ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സൂപ്പിൻ്റെ റെസിപ്പിയാണ്. നല്ലൊരു ചൈനീസ് സ്റ്റൈലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഹോട്ട് ആൻഡ് സോറിൻ്റെ സൂപ്പാണ്. നമ്മളെപ്പോഴും പുറത്തൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമായതല്ലേ. ഫസ്റ്റ് നമുക്ക് ചിക്കൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനെന്തൊക്കെ വേണമെന്ന് നോക്കാം. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒണിയൻ ചെറുതാണ് എടുത്തിരിക്കുന്നത്, പിന്നെ 3-4 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുരുമുളക് എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഇത് സെല്ലറിയുടെ തണ്ടാണ്, അതൊന്ന് ചതച്ചെടുക്കണം. പിന്നെ എടുത്തിരിക്കുന്നത് 5 കപ്പ് വെള്ളമാണ്. നമ്മളത് തിളപ്പിച്ച് വരുമ്പോഴത്തേക്കും ഒരു 4 കപ്പ് വരെ ആകും. അതിലേക്ക് നമ്മളെടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ സവാളയും വെളുത്തുള്ളിയും സെല്ലറിയുടെ തണ്ട് ചോപ്പ് ചെയ്തതും കുരുമുളകും ഉപ്പും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് ചിക്കനും കൂടി ആഡ് ചെയ്യണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിത്ത് ബോണായിട്ടുള്ള ചിക്കനാണ്. അല്ല, നിങ്ങൾക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ആണെങ്കിലും ആഡ് ചെയ്യാം. നമുക്ക് ഒരു 20 മിനിറ്റെങ്കിലും നന്നായിട്ട് നല്ല തിളപ്പിച്ച് അതിൻ്റെ സ്റ്റോക്ക് തയ്യാറാക്കിയെടുക്കണം. നന്നായി തിളച്ചതിന് ശേഷം സ്ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരും, കാരണം ആ സെല്ലറിയുടെ തണ്ടൊക്കെ കിടന്ന് കുക്കാവുമ്പോഴത്തേക്കും നല്ലൊരു മണമാണ്. എപ്പോഴും സെല്ലറിയുടെ തണ്ടിടുമ്പോൾ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് വേണം ഇടാൻ. അപ്പോൾ അതിൻ്റെ ആ ഒരു നീരൊക്കെ നന്നായിട്ട് നമുക്ക് നമ്മുടെ എന്ത് കറിയിലേക്കാണെങ്കിലും എന്തിലേക്കാണെങ്കിലും നന്നായി കിട്ടിക്കോളും. എപ്പോഴും ഇതേപോലെ തന്നെയുള്ള മെത്തേഡിൽ തന്നെ ചെയ്യണം. എന്നാലാണ് കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് അതിൻ്റെ സൂപ്പ് കിട്ടുള്ളൂ. ചിക്കൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ചിക്കൻ്റെ കഷ്ണങ്ങളെടുത്ത് മാറ്റി വയ്ക്കാം. അതൊന്ന് ചെറിയതായിട്ട് പിച്ചി എടുക്കണം. നമ്മൾ അതിനുശേഷം ആ സ്റ്റോക്ക് ഒന്ന് അരിച്ചെടുക്കണം. നമുക്ക് ആ ഒരു സൂപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതൊരു മുട്ടയാണ്. ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി എടുക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ്റെ ബൾബും അതേപോലെ അതിൻ്റെ ലീഫും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, സെല്ലറി, സ്പ്രിംഗ് ഓണിയൻ, ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജ്, ക്യാപ്സിക്കം അതൊക്കെ ആഡ് ചെയ്തെടുക്കാം. ഒരു 2-3 വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. 2 ടേബിൾ സ്പൂണിലേക്ക് 4 ടേബിൾ സ്പൂൺ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ചില്ലി പേസ്റ്റ് വേണം. നമുക്ക് വീട്ടിലില്ലാന്നോർത്ത് വിഷമിക്കേണ്ട, വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെ ഉണക്കമുളക് ഒരു 5-8 എണ്ണം എടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതായത് നന്നായി ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനുശേഷം നന്നായി കുക്കായി വരുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതിയാകും. നല്ല പേസ്റ്റ് കിട്ടും നമുക്ക്. പിന്നെ കുരുമുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും അതേപോലെ സ്പ്രിംഗ് ഓണിയൻ്റെ ചുവട് ഭാഗമാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിലേക്ക് ബീൻസ്, ക്യാരറ്റ്, അതുപോലെ ഇത് സെല്ലറി, സ്പ്രിംഗ് ഓണിയൻ എല്ലാം ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെയ്യുമ്പോഴത്തേക്കും ചൈനീസ് ഐറ്റംസ് എപ്പോൾ ചെയ്യുമ്പോഴും ഹൈ ഫ്ലെയിമിലാണ് വെച്ച് ചെയ്യേണ്ടത്. നമുക്ക് ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ക്യാബേജോ ക്യാപ്സിക്കമോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചില്ലി പേസ്റ്റ് ഉണ്ടല്ലോ, അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതല്ല, നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ആ ബോട്ടിൽ കിട്ടും, അതാണെങ്കിലും മതിയാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ആ സ്റ്റോക്കില്ലേ, ചിക്കൻ സ്റ്റോക്ക്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് തിളക്കണം. ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് സോയ് സോസാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ സോയ് സോസ് ചേർക്കുന്നുണ്ട്. വിനാഗിരി 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതേപോലെ പഞ്ചസാര, ആ എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ പഞ്ചസാരയും 1/2 ടീസ്പൂൺ നന്നായിട്ട് പൊടിച്ച കുരുമുളക് പൊടിയും ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ ചിക്കൻ പിച്ച് വെച്ചില്ലേ, ആ ഒരു ചിക്കൻ്റെ പീസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് ലൈറ്റ് സോയ സോസാണ്. സോയ സോസ് 2 എണ്ണം ഉണ്ട്. ഡാർക്ക് സോയയും ഉണ്ട്, അതുപോലെ ലൈറ്റ് സോയയും ഉണ്ട്. ലൈറ്റ് സോയയ്ക്ക് എപ്പോഴും നല്ലൊരു ഫ്ലേവേർഡ് ആയിരിക്കും. ഡാർക്ക് സോയ കുറച്ച് കളർ കിട്ടുള്ളൂ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലൈറ്റ് സോയ സോസാണ്. നന്നായി ഒന്ന് തിളപ്പിക്കണം. തിളച്ച് വരുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലൊക്കെയാണ് വരുന്നത്. ശരിക്കും ആ ചൈനീസിൻ്റെ ആ ഒരു ഫ്ലേവേർഡ് ഉണ്ടല്ലോ, ആ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു മുട്ടയും ചേർത്ത് കുറച്ചായിട്ടിട്ട് ആ മുട്ടയിട്ട് നന്നായിട്ടൊന്ന്
മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സൂപ്പൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരു വെളുത്ത പാട പോലെ കാണില്ലേ, അത് എഗ്ഗാണ്. നിങ്ങൾക്ക് എഗ്ഗ് ഇഷ്ടമില്ലെങ്കിൽ ഈ സമയത്ത് അതൊന്ന് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു തിക്ക് കിട്ടാൻ വേണ്ടി കോൺഫ്ലോറിൻ്റെയാണ്. കോൺഫ്ലോർ ഞാനിവിടെ മിക്സ് ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇരട്ടി വെള്ളം 4 ടേബിൾ സ്പൂൺ വെള്ളം ഇട്ടാണ് മിക്സ് ചെയ്തെടുത്തത്. നല്ല കറക്റ്റ് മെഷർമെൻറ്റും നല്ലൊരു തിക്ക് കറക്റ്റ് സൂപ്പിൻ്റെ തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്കിവിടെ കിട്ടും. അങ്ങനെ നമ്മുടെ ഹോട്ട് ആൻഡ് സോർ സൂപ്പ് ഇവിടെ ചൈനീസ് സ്റ്റൈൽ സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ചിക്കൻ സൂപ്പൊക്കെ വളരെ ഹെൽത്തിയാണ്. നമ്മുടെ മക്കൾക്കും അതുപോലെ മുതിർന്നവർക്കും പ്രായമായവർക്കും എല്ലാവരും കഴിക്കണം ഇതൊക്കെ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ പുതിയ ഇതേപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ പിന്നെ നല്ല ചൂട് സൂപ്പ് ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.